സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം വകുപ്പ് വിഷൻ 2031 ലോകം കൊതിക്കും കേരളം സെമിനാർ കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ച് നടന്നു. കേരളത്തെ ലോകോത്തര ടൂറിസം കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന വിഷൻ 2031 സെമിനാറിലൂടെ പുതിയൊരു ടൂറിസം നയം രൂപീകരിക്കുകയാണ് LDF സർക്കാർ. ടൂറിസം മേഖലയിലെ പ്രമുഖർ, വിദേശ പ്രതിനിധികൾ, വ്യവസായ രംഗത്തെ പ്രമുഖർ, പ്രൊഫഷണലുകൾ, യുവ സംരംഭകർ, പൊതുപ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിലെ നാനാ മേഖലയിൽ നിന്നുള്ളവർ സെമിനാറിൽ പങ്കെടുക്കും. വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിച്ചുചാട്ടം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് എന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ധനവകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ മൂന്നാറിലെ വലിയൊരു ആവശ്യമായിരുന്നു. ഞങ്ങൾ PWD ഞങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ചിരുന്നു. മൂന്നാറിൽ ടൗണിൻ്റെ കുറച്ച് ഫെസിലിറ്റി വേണം. ഒരു പ്രധാന സെൻറ്റർ എന്നല്ലേ ഞാൻ പറയുകയാണ്. അവിടുത്തെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അവിടുത്തെ ഒരു ഈ ഫ്ലൈ ഓവർ ട്രാഫിക് ഒതുക്കാനുള്ള PWDയുടെ പ്രൊജക്റ്റ് ഉണ്ട്. അതൊക്കെ എന്തായാലും നമുക്ക് റെക്കോർഡ് സമയത്ത് നിർമ്മാണം തുടങ്ങാവുന്ന നിലയിലേക്ക് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ മൂന്നാർ പോലെയും വയനാട് പോലെയും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ആക്സസിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ വേണ്ടി വരും. ഇപ്പോൾ ഹെലി ടൂറിസവും അതുപോലെ പിന്നെ ഇവിടെ വളരെ ശ്രദ്ധേയമായതാണ് ഡാമിൽ ഇറങ്ങിയിരുന്നല്ലോ നമ്മുടെ സീ പ്ലെയിൻ. നമുക്കൊരു 50 പേരൊക്കെ കയറാവുന്ന വിമാനം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ട് 3 സ്ഥലത്തുണ്ട്. ഇപ്പോൾ വണ്ടിപ്പെരിയാർ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം സ്പേസ് കിട്ടത്തില്ലെങ്കിൽ സ്ഥലമുണ്ടെങ്കിൽ ഇടുക്കിയിൽ സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്കൊരു ചെറിയ വലിയ പ്ലെയിൻ നമുക്ക് വരണമെന്നില്ല. എയർ സ്ട്രിപ്പ് ഒരു 60 പേര് 50 പേരൊക്കെ കയറാവുന്ന ചെറിയ ഫ്ലൈറ്റ് വരാവുന്ന എയർ സ്ട്രിപ്പ് ആവശ്യമാണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇടുക്കിക്കാർക്കും മറ്റൊന്നും വേണ്ടി വരത്തില്ല. കുറച്ച് കഴിയുമ്പം ഈ താഴെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ പിന്നെ സിയാലിൻ്റെ നമ്മുടെ കൊച്ചിയിൽ നിന്നോ ഡ്രോണിൽ വരാൻ പറ്റും. ഒരു 5 വർഷത്തിനകം ഒരു 5-10 പേര് ചേർന്ന് ഡ്രോൺ പറന്നു വരും. സംസ്ഥാന സർക്കാർ ടൂറിസത്തിന് വലിയ പ്രാധാന്യമാണ് ബഡ്ജറ്റിൽ നൽകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കരട് നയം അവതരിപ്പിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ A. രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീരണാങ്കുന്നേൽ, വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ SK സതീഷ്, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അംഗം CV വർഗീസ്, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, വിനോദസഞ്ചാര വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് IAS, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്, വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KS ഷൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.